വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ആണെങ്കിൽ വിഷ്ണുവിനെതിരെയുള്ള കുറേ പഴയ കേസുകളൊക്കെ കുത്തിപ്പൊക്കി അതിൻ്റെ വിശദാംശങ്ങളൊക്കെ അവിടെ കോടതിക്ക് മുന്നിൽ ഹാജരാക്കുന്നുണ്ട്. അന്നേരം കയ്യൂക്ക് കൊണ്ട് കാര്യം സാധിക്കുന്ന ഒരു തനി ഗുണ്ട തന്നെയാണ് ഇത് എന്ന് പറഞ്ഞിട്ട് വിഷ്ണുവിനെ കുറിച്ച് അങ്ങ് സംസാരിക്കുകയാണ്. അന്നേരമാണെങ്കിൽ പിന്നെ അർജുൻ തിരിച്ച് പറയുന്നുണ്ട്, പഴയ കാര്യങ്ങൾ ഇങ്ങനെ അതൊക്കെ തെറ്റിദ്ധാരണയെ പുറത്ത് സംഭവിച്ചതാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ഇതൊക്കെ സത്യമല്ലേ എന്നിങ്ങനെ അവസാനം ഈ പബ്ലിക് പ്രോസിക്യൂട്ടർ ആണെങ്കിൽ വിഷ്ണുവിനോട് ചോദിക്കുകയാണ്. അന്നേരം പറയുന്നുണ്ട്, ഞാൻ സത്യം മാത്രമേ പറയൂ എന്നുള്ള നിലപാടിൽ തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത്, ബഹുമാനപ്പെട്ട കോടതിക്ക് മുന്നിൽ നിൽക്കുന്നത്. അന്ന് അവിടെ പണം കൊടുക്കാൻ പോയി എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ പിന്നീട് അവിടെ നടന്നതൊന്നും എൻ്റെ അറിവോടുകൂടിയല്ല, വേലായുധനെ കുത്തിയത് ഞാനും അല്ല എന്നിങ്ങനെ പറയുമ്പോൾ വാക്കുകൾ കൊണ്ട് വളച്ചൊടിക്കാൻ കഴിവുള്ള സാമാന്യ ശക്തിയുള്ള കഴിവുള്ള ആളാണ് വിഷ്ണു എന്നൊക്കെ പറഞ്ഞ് വീണ്ടും വിഷ്ണുവിനെ കുറിച്ച് ഓരോന്നങ്ങ് കസർത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അന്നേരം കമലിനുമൊക്കെ ഇങ്ങനെ ആകെ വിഷമിച്ചിരിക്കുന്നുണ്ട്. വിഷ്ണുവിന് ഇതൊന്നും പറയാനും സാധിക്കുന്നില്ല. ജഡ്ജി ഇതൊക്കെ നോട്ട് ചെയ്തിരിക്കുകയാണ്. ഈ സമയത്ത് അർജുനാണെങ്കിൽ ഒരു ഫോൺ വന്ന് വെളിയിലേക്ക് പോകുന്നുണ്ട്. അതിൽ ഈ പ്രോസിക്യൂട്ടർ ശ്രദ്ധിക്കുന്നുമുണ്ട്. എന്നിട്ട് ആരെയാണ് ഫോൺ വിളിക്കുന്നത്? മിക്കവാറും ശാലിനി ആയിരിക്കണം. അതിനുശേഷം ഒരു കോൺസ്റ്റബിൾ ആണെങ്കിൽ ഒരു പേപ്പർ കൊണ്ടുവന്ന് അർജുന് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് അതിനുശേഷം അർജുൻ തിരിച്ചു വന്നിരിക്കുന്നുണ്ട്. അന്നേരം ഇയാളിവിടെ എതിർഭാഗം വക്കീൽ ഇങ്ങനെ പറഞ്ഞു നിർത്തുന്നുണ്ട്. അതുകൊണ്ട് ഈ വിഷ്ണുവിനെ വെളിയിൽ വിട്ടാൽ വേലായുധൻ്റെ ജീവന് ഭീഷണിയാവും, തെളിവുകളൊക്കെ നശിപ്പിക്കും. അതുകൊണ്ട് ഈ വിഷ്ണു എന്ന ഈ ഗുണ്ടയെ പുറത്ത് വിടരുത് എന്നാണ് മാന്യം അപേക്ഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇയാളും പോയിരിക്കുകയാണ്. തുടർന്ന് ജഡ്ജിയാണെങ്കിൽ ഡിഫൻസ് വക്കീലിന് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അർജുൻ എഴുന്നേൽക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, ഈ ഒരു കാര്യത്തിൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പറഞ്ഞതിനോട് ഞാനും യോജിക്കുന്നു, വിഷ്ണുവിന് ജാമ്യം കൊടുക്കണ്ട എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ജാമ്യം കൊടുക്കണ്ടേ എന്ന് പറഞ്ഞിട്ട് കമലിന് അങ്ങോട്ട് ചാടി എഴുന്നേൽക്കുകയാണ്. അന്നേരം എല്ലാവരും കമലിനെ തന്നെ ഇങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ ഓർഡർ എന്നിങ്ങനെ ജഡ്ജി പറയുന്നുണ്ട്. അന്നേരം കമലിനങ്ങ് ഇരിക്കുകയാണ്. ഈ സമയത്ത് ശാലിനി ഇങ്ങനെ കാറിലെത്തുന്നുണ്ട്. അതിനുശേഷം ശാലിനി കോടതി മുറിയിലേക്ക് കയറിയിട്ട് ജഡ്ജി ഇങ്ങനെ നമസ്കാരം ചെയ്യുന്നുണ്ട്, തൊഴുന്നുണ്ട്. എന്നിട്ട് അവിടേക്ക് പോയിരിക്കുകയാണ്. എന്നിട്ട് ഇവ പ്രൊസീഡ് എന്ന ജഡ്ജി പറയുമ്പോൾ വീണ്ടും അർജുൻ പറയുന്നുണ്ട്, പിന്നെ വിഷ്ണു കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലേ പ്രതിയാവുകയുള്ളൂ, പ്രതിയാണെങ്കിൽ മാത്രമല്ലേ ജാമ്യം എടുക്കേണ്ട ആവശ്യമുള്ളൂ. അതുകൊണ്ട് വിഷ്ണു കുറ്റമൊന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് അഡീഷണൽ വിറ്റ്നസിനെ പ്രൊസീഡ് ചെയ്യാനായിട്ട് അനുവദിക്കണം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ മറ്റേ വക്കീൽ അങ്ങോട്ട് എഴുന്നേൽക്കുന്നുണ്ട്. അത് യാതൊരു കാരണവശാലും അംഗീകരിക്കാനായിട്ട് പറ്റില്ല. കള്ളസാക്ഷികളെയൊക്കെ പിന്നെ നിർത്തിയിട്ട് എങ്ങനെയും കേസ് ജയിച്ചാൽ മതി എന്നുള്ള നിലപാടാണ് ഈ ഡിഫൻസ് വക്കീലിനുള്ളത്. പിന്നെ വിഷ്ണുവിൻ്റെ ഗുണ്ടാപ്പടകൾ എന്തിനും സന്നദ്ധമായി നിൽക്കുകയാണ്, അതുകൊണ്ട് അതൊന്നും അനുവദിക്കരുത് എന്നിങ്ങനെ പറയുമ്പോഴും അർജുൻ കുറേ വേദാന്തങ്ങൾ പറയുന്നുണ്ട്. സത്യം തഥാ ധർമ്മം ചര എന്നൊക്കെ പറഞ്ഞിട്ട് എത്ര കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നുള്ളതാണ് എൻ്റെയും കോടതിയുടെയും ഒക്കെ മാന്യത. അതുകൊണ്ട് വിഷ്ണു ഒരു കുറ്റവും ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഹാജരാക്കാനായിട്ട് അനുവദിക്കണം എന്നിങ്ങനെ പറയുമ്പോൾ കുറേ പറയുന്നുണ്ട് അർജുനാണെങ്കിൽ. അപ്പോൾ അഡീഷണൽ വിറ്റ്നസിനെ പ്രൊസീഡ് ചെയ്യാം എന്നിങ്ങനെ ജഡ്ജി പറയുകയാണ്. അതിനുശേഷവും അർജുൻ പറയുന്നുണ്ട്, വിഷ്ണു കുറ്റം ചെയ്തിട്ടില്ല, അപ്പം കുറ്റം ചെയ്തവർ സ്വമേധയാ വന്ന് പറയാനായിട്ട് നിൽക്കുമ്പോൾ അത് കണ്ടില്ല എന്ന് നടിക്കാനായിട്ട് സാധിക്കില്ല, കോടതി അതിന് അഭിമുഖമായിട്ട് എടുക്കണം എന്ന് പറയുമ്പോഴാണ് ഇവരെ ഹാജരാക്കാനായിട്ട് പറയുന്നത്. അന്നേരം ഈ ചാച്ചപ്പൻ്റെ പേരും മറ്റ് 2 പേരുടെ പേരിങ്ങനെ വിളിക്കുന്നുണ്ട്. അന്നേരം അവരിങ്ങനെ കോടതി മുറിയിലേക്ക് വരുമ്പോൾ അവരെ സാക്ഷിക്കൂട്ടിലേക്ക് കയറ്റാനായിട്ട് ജഡ്ജി പറയുന്നുണ്ട്. വിഷ്ണു ഇങ്ങനെ ആകെ അന്നമിട്ട് നിൽക്കുകയാണ്. വിഷ്ണുവിന് എന്താണ് സംഭവിക്കുന്നത് മനസ്സിലാവുന്നില്ല. പക്ഷേ ശാലിനി വന്നിരുന്നിട്ട് ഇങ്ങനെ ആകെ പിന്നെ ഗൗരവഭാവത്തിൽ തന്നെ ഇരിക്കുകയാണ്. വിഷ്ണുവിനെ ഒന്നും അന്നേരം ശാലിനി ഇങ്ങനെ ശ്രദ്ധിക്കുന്നില്ല. അതേസമയം കോടതി മുറിയിലേക്ക് തങ്കച്ചനും അനാസിറിൻ്റെ കൂട്ടുകാരിൽ ഒരാളൊക്കെ ഇങ്ങനെ കടന്നു വരുന്നുണ്ട്. അന്നേരം അർജുനാണെങ്കിൽ സാക്ഷിക്കൂട്ടിൽ നിൽക്കുന്ന ചാച്ചപ്പനോടും ആ മറ്റ് 2 പേരോടും ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആരാണ് വേലായുധനെ കുത്തിയത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം അവർ ഈ 3 പേരും പേടിച്ചിങ്ങനെ ശാലിനിയെ തന്നെ നോക്കുന്നുണ്ട്. അന്നേരം ശാലിനി അതേ ഒരു സ്റ്റാൻഡിൽ തന്നെ ഇങ്ങനെ ഇരുന്ന് സൂക്ഷിച്ചിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം പറയുന്ന സത്യമായിട്ട് പറഞ്ഞാൽ ശിക്ഷയുടെ കാഠിന്യം കുറയും എന്നിങ്ങനെ അർജുൻ പതിയെ അവരോട് പറയുന്നുണ്ട്. എന്നിട്ട് ആരാണ് കുത്തിയത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ആ ഒരു സംഭവം അവരിങ്ങനെ മനസ്സിൽ ഓർക്കുന്നുണ്ട്. എന്നിട്ട് ആ പുറകിൽ നിന്ന് ഒരാൾ പറയുന്നുണ്ട്, ഞാനാണ് എന്നിങ്ങനെ അർജുനോട് പറയുമ്പോൾ ഇങ്ങനെ കോടതിയോട് എന്നിങ്ങനെ അർജുൻ ആക്ഷൻ കാണിക്കുകയാണ്. അന്നേരം ഞാനാണ് കുത്തിയത് എന്നിങ്ങനെ അയാൾ ഏറ്റു പറയുന്നുണ്ട്. അന്നേരം എന്തിനാണ് കുത്തിയത് എന്നിങ്ങനെ വീണ്ടും അർജുൻ ചോദിക്കുമ്പോൾ വീണ്ടും ഒരു 3 പേരും ഒരേപോലെ ശാലിനി തന്നെ ഇങ്ങനെ നോക്കുകയാണ്. അതിനുശേഷം ചാച്ചപ്പൻ പറയുന്നുണ്ട്, വേലായുധന് എനിക്ക് കുറച്ച് പണം തരാനുണ്ടായിരുന്നു, ഗോപാലകൃഷ്ണൻ്റെ കയ്യിൽ നിന്നും പൈസ വാങ്ങിച്ചിട്ട് എനിക്ക് തന്നില്ല, എനിക്ക് തരാതെ മകളുടെ കല്യാണം നടത്താനായിട്ട് പോയപ്പോൾ കല്യാണം അങ്ങനെ നല്ല രീതിയിൽ കൂടണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ഞാൻ ചെയ്തതാണ് എന്നിങ്ങനെ ഇവിടെ ഏറ്റു പറയുന്നുണ്ട്. തുടർന്ന് അർജുനാണെങ്കിൽ വേറെ 1-2 പേപ്പർ ജഡ്ജിക്ക് മുന്നിൽ ഹാജരാക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, വേലായുധൻ പറഞ്ഞ മൊഴി മാറ്റി പറഞ്ഞതാണ്, വിഷ്ണുവാണ് എന്നെ കുത്തിയെന്ന് ആദ്യം തെറ്റിദ്ധരിച്ചാണ് പറഞ്ഞത്, പിന്നീട് അത് മാറ്റി പറഞ്ഞ മൊഴിയുടെ പകർപ്പാണെന്ന് പറഞ്ഞ പേപ്പറും കൊടുക്കുന്നുണ്ട്. അപ്പോൾ വിഷ്ണു നിരപരാധിയാണ്, കുറ്റമൊന്നും ചെയ്തിട്ടില്ല, അപ്പോൾ ഇവരാണ് കുറ്റം ചെയ്തതെന്ന് ഏറ്റു പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ വിഷ്ണുവിനെ നിരുപാധികം ഇട്ടയക്കണമെന്ന് അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞിട്ട് തൻ്റെ സീറ്റിലേക്ക് അർജുൻ പോയിരുന്നിട്ട് ഇങ്ങനെ ജയിച്ചു എന്നുള്ളൊരു ആക്ഷൻ
പിന്നെ അർജുൻ കാണിക്കുന്നുണ്ട്. അന്നേരം ആ പബ്ലിക് പ്രോസിക്യൂട്ടറിന് ഒന്നും ചെയ്യാൻ പറ്റാതെ നിൽക്കുകയാണ്. അന്നേരം വിഷ്ണു ഇങ്ങനെ ശാലിനിയെ തന്നെ നോക്കുമ്പോൾ ശാലിനി ഇങ്ങനെ ചിരിച്ച മുഖത്തോടെ വിഷ്ണുവിനെ നോക്കുന്നുണ്ട്. തുടർന്ന് ജഡ്ജി ചോദിക്കുന്നുണ്ട് പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന്. അന്നേരം പണത്തിന് മീതെ പരുന്തും പറക്കില്ല എന്ന് ഇവിടെ തെളിയിച്ചല്ലോ, എൻ്റെ ഡിഫൻസ് വക്കീൽ തെളിയിച്ചു. എന്നാൽ 1-2 ചോദ്യങ്ങൾ കുറ്റം ഏറ്റു നിൽക്കുന്നവരോട് എനിക്ക് ചോദിക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ചാച്ചപ്പൻ്റെ അടുത്തേക്ക് വന്നിട്ട് വക്കീൽ ചോദിക്കുന്നുണ്ട്. പണം എത്ര കിട്ടിയും ചോദിക്കുകയാണ്. അന്നേരം ഇങ്ങനെ ഏറ്റു പറഞ്ഞതിന് എത്ര കിട്ടി എന്നിങ്ങനെ ഒന്നുകൂടി എടുത്തു ചോദിക്കുകയാണ്. അന്നേരം പിന്നെ ചെയ്ത കാര്യം വന്ന് പറഞ്ഞതേ ഉള്ളൂ, ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടരുത് എന്നുള്ളത് കൊണ്ട് വന്നതാണെന്നിങ്ങനെ ചാച്ചപ്പൻ പറയുന്നുണ്ട്. അന്നേരം ഗുണ്ടാപ്പണിയൊക്കെ നിർത്തിയിട്ട് നന്മയുടെ പാതയിലേക്ക് വന്നോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. എന്നാലും വിഷ്ണുവിൻ്റെ ഗുണ്ടകൾ കൊല്ലുമെന്ന് ആപത്തിലാക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടല്ലേ ഇതൊക്കെ ഏറ്റവും ചോദിക്കുന്നുണ്ട്. അന്നേരം കൊലയും ഒക്കെ ആയി നടക്കുന്നവർക്ക് ജീവനിൽ പേടിയില്ലാന്ന് സാറിന് അറിയാമല്ലോ. പിന്നെ ഇങ്ങനെ നടക്കുകയാണെങ്കിലും ഞങ്ങൾക്കൊരു മനസാക്ഷിയുണ്ട്, അത് തെളിയിക്കാൻ അവസരം കിട്ടിയപ്പോൾ വന്നേ ഉള്ളൂ എന്നിങ്ങനെ പറയുകയാണ്. അന്നേരമാണ് ഈ വക്കീൽ ചോദിക്കുന്നത്, എന്നാലും വിഷ്ണുവിൻ്റെ ഗുണ്ടകൾ ഭീഷണിപ്പെടുത്തി സമ്മതിച്ചാണെന്ന് സമ്മതിക്കില്ല അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അവരിങ്ങനെ ശാലിനി നോക്കുന്നുണ്ട്. അന്നേരം അർജുൻ എഴുന്നേൽക്കുകയാണ്. തെറ്റ് ചെയ്തവരെ ഏറ്റു പറഞ്ഞിട്ടും അത് സമ്മതിക്കാതെ പറ്റാത്ത ആ ഒരു ഡിഫൻസ് വക്കീലിൻ്റെ മനസാക്ഷിയെ ഞാൻ പിന്നെ ചോദ്യം ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് വീണ്ടും അർജുൻ ഇങ്ങനെ വാദിക്കുമ്പോൾ ഈ പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് ഒന്നും പറയാനായിട്ടും സാധിക്കുന്നില്ല. അങ്ങനെ അങ്ങ് പോയിരിക്കുന്നുണ്ട്. സംഭവം തീരുമാനമായി എന്ന് മനസ്സിലായപ്പോൾ ആ ഒരു തങ്കച്ചനും പിന്നെ അബൂബക്കറിൻ്റെ ഗുണ്ടകളൊക്കെ സ്ഥലം വിടുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ ജഡ്ജി വിധി പറയുന്നുണ്ട്. വേലായുധനെ കുത്തിയത് ചാച്ചപ്പനും പീറ്ററും ബെൻസും ചേർന്നുമാണെന്ന് തെളിവ് സഹിതം ഹാജരാക്കി ബോധ്യപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇവരെ 14 ദിവസത്തെ റിമാൻഡ് ചെയ്തിരിക്കുന്നു. വിഷ്ണു കുറ്റക്കാരനെല്ലാം തെളിഞ്ഞിരിക്കുന്നതിനാൽ നിരുപാധികം വിട്ടയക്കുന്നു എന്നിങ്ങനെ വിധി പറയുമ്പോൾ എല്ലാവർക്കും സന്തോഷമാകുന്നുണ്ട്. തുടർന്ന് കോടതി പിരിയുകയാണ്. തുടർന്ന് എല്ലാവരും ഒക്കെ പിരിഞ്ഞു പോകുന്നുണ്ട്. വിഷ്ണു ആണെങ്കിൽ ഇറങ്ങി ശാലിനിയുടെ കയ്യിലേക്ക് തന്നെ പിടിക്കുകയാണ്. എന്നിട്ട് അർജുന് കൈയൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവർ പോകാമെന്ന് ശാലിനി പറയുമ്പോൾ അവരെല്ലാവരും കൂടി പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അങ്ങനെ അർജുനും ആ പബ്ലിക് പ്രോസിക്യൂട്ടർ മാത്രമാവുകയാണ്. തുടർന്ന് അർജുനാണെങ്കിൽ വക്കീലിൻ്റെ അടുത്തേക്ക് ചെന്ന് പറയുന്നുണ്ട്, ഓരോ കേസ് ജയിക്കുമ്പോഴും ഞാൻ അങ്ങനെ അധികം സന്തോഷിക്കാറില്ല. കാരണം എൻ്റെ പ്രയത്നം മാത്രമല്ല, പിന്നെ എതിർ നിൽക്കുന്ന വക്കീലിൻ്റെ താങ്കളുടെയൊക്കെ പോരായ്മ കൂടിയുണ്ട്. അപ്പോൾ അത് മറികടക്കാനായിട്ട് ഭാഗ്യം എന്ന 2 അക്ഷരം കൂടി വേണം. ആ ഭാഗ്യം എന്നുള്ളത് അടുത്ത തവണ താങ്കൾക്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. എതിർഭാഗത്ത് ഞാനല്ലെങ്കിൽ എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ഈ വക്കീലിനൊന്നും മിണ്ടാനാവാതെ ഇങ്ങനെ അർജുൻ നോക്കി നിൽക്കുന്നേ ഉള്ളൂ. അത്രയും പറഞ്ഞ് അർജുനും പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. തുടർന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് വിഷ്ണു പറയുന്നുണ്ട്, ഇതിപ്പോൾ 2ാം തവണയാണ് എന്നെ രക്ഷകനായിട്ട് വരുന്നത് എന്നിങ്ങനെ അർജുനോട് പറയുമ്പോൾ ഇതിൽ എനിക്ക് വലിയ റോളൊന്നുമില്ല, പിന്നെ എല്ലാ ക്രെഡിറ്റും ശാലിനിക്കാണെന്ന് പറയുന്നുണ്ട്. അന്നേരം വിഷ്ണുവിന് സംഭവം മനസ്സിലാവുന്നില്ല. അന്നേരം അർജുൻ പറയുന്നുണ്ട്, പിന്നെ ചാച്ചപ്പനെയും ഗുണ്ടകളെയും ഒക്കെ കോടതിയിൽ ശാലിനി ഹാജരാക്കിയത് കൊണ്ടാണ് രക്ഷപ്പെടാനായിട്ട് സാധിച്ചത്. അത് ചെറിയ പണിയൊന്നുമല്ല. ഹാജരാക്കുക മാത്രമല്ല, തങ്ങളാണിത് ചെയ്തത് എന്നവർ സമ്മതിക്കണ്ടേ, അതിനുള്ള പണിയും കൂടി ശാലിനി ചെയ്തു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ വിഷ്ണു ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. വലിയ ഗുണ്ടയാണെന്നും പറഞ്ഞ് ശാലിനിയുടെ അടുത്തേക്ക് ചെന്ന് കയറി കൊടുക്കല്ലേ, ഭിത്തിയിൽ തേച്ച് ഒട്ടിക്കുമെന്ന് പറയുകയാണ്. അന്നേരം എന്താണ് ഈ പറയുന്നത്? ഈ ശാലിനിയുടെ ചോദിക്കുന്നുണ്ട്, എന്താണ് പറയുന്നത്? ഈ വക്കീൽ ഭാഷയിലേ സംസാരിക്കത്തുള്ളൂ, സസ്പെൻസ് പൊട്ടിക്കില്ല, താൻ എന്താ സംഭവം കാര്യം പറയുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ചെറിയൊരു അടി ഞാനും നടത്തിയെന്ന് ഇങ്ങനെ ശാലിനി പറയുന്നുണ്ട്. അന്നേരം അടിയോ എവിടെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്നേരം ഇതെന്താ മുഖത്തൊക്കെ ഉണ്ടല്ലോ കയ്യിലൊക്കെ എന്ന് പറഞ്ഞ് വിഷ്ണു ഇങ്ങനെ നോക്കുകയാണ്. അന്നേരം അർജുൻ പറയുന്നുണ്ട്, ഭാര്യയുടെ സഹോദരനെ അളിയെന്നാണ് വിളിക്കേണ്ടത്, എന്നാലും വിളിച്ച് ശീലിച്ച് തന്നെ വിളിക്കാം. എൻ്റെ വിഷ്ണു ഈ ജില്ലാ കളക്ടർ ആണെങ്കിൽ ശാലിനി ആണെങ്കിലുണ്ടല്ലോ മീൻ മാർക്കറ്റിൽ പോയി നന്നായിട്ട് നല്ല രീതിയിൽ അടി നടത്തി ചാച്ചപ്പനെയും ഗുണ്ടകളെയും അടിച്ച് നിലം പരിശാക്കി. അവർ താഴെ വീണ് കാല് പിടിച്ച് പറഞ്ഞു, ഞങ്ങൾ എവിടെ വേണമെങ്കിലും വന്നോളാം, എന്ത് വേണമെങ്കിലും പറഞ്ഞോളാം, അതനുസരിച്ചാണ് അവരിവിടെ വന്നത് എന്നിങ്ങനെ, എന്തായാലും ഭർത്താവിനെ രക്ഷിക്കുന്ന അത്യുത്തമയായ ഭാര്യ തന്നെ എന്നിങ്ങനെ പറയുകയാണ്. അന്നേരമാണ് വിഷ്ണു ഇങ്ങനെ ഈ മുഖത്തൊക്കെ കിട്ടിയിട്ടല്ലോ കയ്യിലുണ്ടല്ലോ എന്നിങ്ങനെ പറഞ്ഞ് വിഷ്ണു ഇങ്ങനെ പിടിക്കുകയും ചെയ്യുന്നുണ്ട്. അന്നേരം 1-2 എണ്ണം തിരിച്ച് കിട്ടിയെന്നാണ് തോന്നുന്നത് എന്നിങ്ങനെ പറയുന്നുണ്ട്. അതൊക്കെ സ്വാഭാവികം, ശീലമായിക്കോളൂ എന്ന് പറയുകയാണ്. കളക്ടർ പണി പോയാലും നന്നായിട്ട് ജീവിക്കും എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം വിഷ്ണു അത് ശരിവയ്ക്കുകയാണ്. അപ്പോൾ കളക്ടർ പണി പോയാലും നമ്മൾ 2 പേരും ഗുണ്ടാപ്പണി എടുത്തെങ്കിലും ജീവിച്ചോളും എന്നിങ്ങനെ വിഷ്ണു ചിരിച്ച് പറയുമ്പോൾ ഉവ്വ എന്നിങ്ങനെ ശാലിനിയും പറയുന്നുണ്ട്. അപ്പോൾ ഞാനും രക്ഷപ്പെട്ടു. പിന്നെ ഒരു ഭർത്താവിൻ്റെ കേസ് വന്നപ്പോൾ തന്നെ എനിക്ക് കോടതിയിൽ നിന്ന് ഇറങ്ങാൻ വയ്യ. അപ്പോൾ ഭാര്യ കൂടി ആയാൽ ഞാൻ ഇങ്ങോട്ടത്തേക്ക് താമസം മാറ്റേണ്ടി വരും കോടതിയുടെ അടുത്തേക്ക്, എൻ്റെ രാജയോഗം എന്നിങ്ങനെ പറഞ്ഞ് ഒരു 3 പേരും കൂടിയൊക്കെ ചിരിക്കുകയാണ്. ഈ സമയത്ത് കമലിനാണെങ്കിൽ ഓട്ടോയായിട്ട് എത്തുന്നുണ്ട്.
എന്നാൽ പിന്നെ പോയേക്കാം ആശാനെന്നും പറഞ്ഞ് കമലം വരുമ്പോൾ പോവാന്ന് പറയുകയാണ്. തുടർന്ന് അർജുന് കൈ കൊടുക്കുന്നുണ്ട്. വിഷ്ണു ആണെങ്കിൽ പാറുവിനോടും പ്രീതിയോടും അന്വേഷണം പറഞ്ഞുതരാം, അവളുടെ പിന്നെ ചേട്ടനെ രക്ഷിച്ച നല്ലൊരു വക്കീലാണെന്ന് പറഞ്ഞുതരാം, ക്രെഡിറ്റും കിട്ടട്ടെ എന്ന് പറയുകയാണ്. അന്നേരം അതിനുള്ള അവസരം ഉണ്ടാക്കുന്നത് ആരാ? ഈ സഹോദരൻ തന്നെയല്ലേ എന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ കൈയൊക്കെ കൊടുത്തപ്പോൾ പിന്നീട് കാണാമെന്ന് പറഞ്ഞിട്ട് അർജുൻ പോകുന്നുണ്ട് അവിടെ നിന്ന്. അപ്പോഴത്തേക്ക് ശാലിനിയുടെ വണ്ടി വന്നിക്കുന്നുണ്ട്. അപ്പോൾ ശാലിനി പറയുന്നുണ്ട്, എന്നാൽ ഞാൻ പോവുകയാണ്, എനിക്ക് അർജന്റായിട്ടൊരു മീറ്റിംഗ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അന്നേരം ഏട്ടത്തിയമ്മ ജോലിക്ക് പോവുകയാണോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം പിന്നെ പോകാതെ എന്ന് ശാലിനി ചോദിക്കുമ്പോൾ, അല്ല കേസ് ജയിച്ചതിന്റെ ആഘോഷമൊന്നും ഇല്ലെന്ന് ചോദിക്കുകയാണ്. അന്നേരം ഭർത്താവ് ആഴ്ചയിൽ കേസ് നടത്തിയാലേ കളക്ടർക്ക് ലീവൊന്നും കിട്ടില്ല, ഇനിയിപ്പോൾ ഇങ്ങനെ കേസ് ഉണ്ടാക്കിയാൽ കേസ് നടത്താൻ വേണ്ടി മാത്രമായിട്ട് ഞാൻ ജോലിക്ക് പോകേണ്ടി വരും എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം അപ്പോൾ വൈകിട്ട് കാണാം എന്ന് പറഞ്ഞിട്ട് വിഷ്ണു ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. വൈകിട്ട് കാണാമെന്ന് പറഞ്ഞിട്ട് ശാലിനി ഇങ്ങനെ പോകാൻ തുടങ്ങുമ്പോൾ ശാലിനിയുടെ കയ്യിലേക്ക് ഇങ്ങനെ വിഷ്ണു പിടിക്കുകയാണ്. എന്നിട്ട് കവിളിലിങ്ങനെ വേദനിച്ചോ എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് സാരമില്ല എന്നിങ്ങനെ പറയുമ്പോൾ കവിളിലിങ്ങനെ തട്ടുന്നുണ്ട്. എന്നിട്ട് കമല നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. എന്നിട്ട് ശാലിനി അങ്ങ് പോകുന്നുണ്ട്. അന്നേരം ആശാനെ പോകാമെന്ന് പറയുമ്പോഴും വിഷ്ണു അത് ശ്രദ്ധിക്കുന്നില്ല. അന്നേരം ആശാനെ എന്ന് വിളിക്കുകയാണ്. അന്നേരം വിഷ്ണു ഇങ്ങനെ എന്താ ചോദിക്കുമ്പോൾ, എന്നാലും അവൾ എന്നിങ്ങനെ വിഷ്ണു പറയുകയാണ്. അന്നേരം ഏട്ടത്തിയമ്മ എന്നിങ്ങനെ കമലം ചോദിക്കുമ്പോൾ വിഷ്ണു ഇങ്ങനെ പിന്നെ അർജുൻ പറഞ്ഞത് ഇങ്ങനെ ആലോചിക്കുകയാണ്. അന്നേരം വീണ്ടും ഈ കമലം ചോദിക്കുന്നുണ്ട്, ഏട്ടത്തിയമ്മ ചോദിക്കുമ്പോൾ എന്നാലും അവൾ നമ്മൾ വിചാരിച്ച പോലെ അല്ല എന്ന് പറഞ്ഞിട്ട് വിഷ്ണു നിന്നങ്ങ് ചിരിക്കുകയാണ്. കമലിന് സംഭവമൊന്നും മനസ്സിലാകുന്നില്ല. തുടർന്ന് അബൂബക്കർ ആണെങ്കിൽ IG ഹമീദിനെ കാണാനായിട്ട് വരുന്നുണ്ട്. അന്നേരം ഹമീദ് ഇങ്ങനെ ആരുടെ ഫോണിൽ സംസാരിക്കുകയാണ്. സുഹൃത്തുക്കൾ മാത്രമായിരിക്കും, അവർക്ക് വേണ്ടി എൻ്റെ ഔദ്യോഗിക പദവി ദുർവിനിയോഗം ചെയ്യാനായിട്ട് സാധിക്കില്ല, അതിന് ഞാൻ സമ്മതിക്കത്തുമില്ല എന്നൊക്കെ ഇങ്ങനെ ഫോണിൽ സംസാരിക്കുമ്പോൾ അബൂബക്കർ ശ്രദ്ധിക്കുന്നുണ്ട്. എന്നിട്ട് ഫോൺ വെച്ച ശേഷം താൻ എന്താണ് മിണ്ടായിരിക്കുന്നത്, വന്ന കാര്യം പറയുമെന്ന് പറയുകയാണ്. അന്നേരം ഈ ഫോണിൽ പറഞ്ഞത് ഞാൻ കൂടി കേൾക്കാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലേ, എന്നാലും ഞാൻ വന്ന കാര്യം പറയാം സാറേ എന്ന്. ഈ കേസിൻ്റെ പോക്ക് എങ്ങോട്ടാണെന്ന് ചോദിക്കുന്നുണ്ട്. സാറേ എന്ന് തന്നെ വിളിക്കാമല്ലോ, അതിന് ഓഫീസിൽ കയറി സുഹൃത്ത് പദവി ഉപയോഗിക്കാമെന്നോ എന്ന് പറയണ്ടല്ലോ എന്ന് പറഞ്ഞ് ആ ഒരു ചെറിയൊരു മുഷിച്ചിലോടുകൂടി തന്നെയാണ് അബൂബക്കർ സംസാരിക്കുന്നത്. അന്നേരം വേലായുധനെ പിന്നെ കുത്തിയത് ചാച്ചപ്പനാണെന്ന് സമ്മതിച്ചല്ലോ, അതുകൊണ്ടല്ലേ വിഷ്ണുവിനെ വെറുതെ വിട്ടതെന്ന് ചോദിക്കുന്നുണ്ട്. അതിന് ചാച്ചപ്പൻ എന്തിന് കുത്തിയെന്ന് ചോദിക്കുമ്പോൾ അത് അവർ തമ്മിലുള്ള പ്രശ്നം, എന്തോ പണമിടപാടുണ്ടായിരുന്നോ എന്ന് അന്നേരം പറയുന്നുണ്ട്. പക്ഷേ അതും ഇതുമായിട്ട് എന്താ ബന്ധമെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം പക്ഷേ അതിൽ വേലായുധൻ ആദ്യം പറഞ്ഞൊരു മൊഴിയുണ്ടല്ലോ, ഒരു കൊലപാതകത്തിൻ്റെ കാര്യം, ആ കൊലപാതകം ഒളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഗോപാലകൃഷ്ണൻ പൈസ കൊടുക്കുന്നതെന്നുള്ളത്, അതെന്താണ് കണക്കിലെടുക്കാത്തത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്നേരം അതിന് വ്യക്തമായ തെളിവ് വേണം, ഗോപാലകൃഷ്ണനെതിരെ എന്തെങ്കിലും തെളിവ് വേണം, തെളിവാണ് കോടതിക്ക് വേണ്ടത് എന്നിങ്ങനെ പറയുന്നുണ്ട്. എൻ്റെ മകനെ കൊന്നവർ ഇങ്ങനെ നിയമത്തിന് മുന്നിൽ കണ്ണിൽ പൊടിയിട്ട് നടക്കുമ്പോൾ ഞാൻ വെറുതെ ഇരിക്കുമെന്ന് തോന്നണ്ട, എനിക്കാവുന്നത് ഞാനും ചെയ്തോളാം എന്ന് പറയുകയാണ്. അന്നേരമാണ് ഈ ഹമീദ് പറയുന്നത്, ഗോപാലകൃഷ്ണനെതിരെ എന്തെങ്കിലും തെളിവ് വേണം, എങ്കിലേ നമുക്ക് അറസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ, അവിടെ നിന്ന് ബോഡിയോ ശരീരാവശം എന്തെങ്കിലും കിട്ടിയാൽ മാത്രമേ നമുക്ക് തെളിവ് കോടതിക്ക് പ്രധാനം എന്ന് അറിയിക്കുമ്പോൾ താനും തൻ്റെ പോലീസുകാരും തെളിവ് നോക്കിയിരുന്നു, എന്നെക്കൊണ്ട് കാണിക്കാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ ഞാനും ചെയ്ത് കാണിക്കാമെന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് അബൂബക്കർ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. അന്നേരം ഹമീദ് ഡോ നിൽക്കുന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട്. പക്ഷേ ഹമീദ് അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. ഇത്രയുമാണ് ഈ ഒരു എപ്പിസോഡിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ ഈ ഓട്ടോയിൽ പോകുന്ന വിഷ്ണുവിന് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് കമലിന് മനസ്സിലായി. കമലൻ കളക്ട്രേറ്റിൽ ചെന്ന് ശാലിനിയോട് അത് പറയും. അപ്പോൾ പിന്നീട് ശാലിനി അതിനെതിരെ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള, വേലായുധന് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളതൊക്കെയാണ്. അതിന് നേരത്തെ ചാച്ചപ്പനൊക്കെ പിന്നെ ആ ഓർമ്മിച്ച സീനാണോ കാണിച്ചത് അതോ പുതിയ സീനാണോ എന്നറിയില്ല, പുതിയ സീനാണെന്ന് തോന്നുന്നു. അടുത്ത എപ്പിസോഡ് വരുമ്പോഴത്തേക്ക് നോക്കാം. ഓക്കെ, താങ്ക് യു.